നമസ്തേ. യോഗയുടെ ഇന്നത്തെ വിഷയം പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം തമോ ഗുണമാണ്. ആത്യന്തികമായി ഓരോ മനുഷ്യനും ഒരു സൗരയൂഥ ജീവിയാണ്. അതായത് സൂര്യൻ ഉണരുമ്പോൾ ഉണരുകയും സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മൾ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ജീവി. ഇതിനെ ഓപ്പോസിറ്റുമുള്ള പല ജീവികളും ഉണ്ട് സമൂഹത്തിൽ. അതായത് രാത്രി ചന്ദ്രമണ്ഡലം ഉണരുമ്പോൾ നന്നായി വെളിച്ചം കാണുകയും രാത്രി കണ്ണ് കാണുകയും രാത്രി പകൽ വേട്ടയാടുകയും പകൽ മുഴുവൻ ഉറങ്ങുകയും ചെയ്യുന്ന ജീവി. അത്തരം ജീവികളാണ് പട്ടി, പൂച്ച, മൂങ്ങ, അങ്ങനെയുള്ള കുറേ ജീവികൾ, പാമ്പ്. ഇതൊക്കെ രാത്രിയും ഉണർന്നിരിക്കുന്നതിനുള്ള ചോദന അവരുടെ കണ്ണുകൾക്കുണ്ട്. പക്ഷെ പകൽ അവർ വിശ്രമത്തിലായിരിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പകൽ ഉണർന്നിരിക്കുകയും രാത്രി അവൻ ഉറങ്ങുകയും ചെയ്യും. അതിനെ അവലംബിച്ചാണ് അവൻ്റെ ഭക്ഷണക്രമങ്ങളും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ തമോ ഗുണം എന്ന് പറഞ്ഞാൽ ആഹാരം, നിദ്ര, ഭയം, മൈഥുനം ഇത്യാദി കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ജീവികളെയാണ് തമോ ഗുണ പ്രധാനികൾ എന്ന് പറയുന്നത്. അവിടെ ഹാപ്പിനെസ്സിൻ്റെ അളവുകോൽ ഒരു പരിധിക്കകത്ത് നിൽക്കുന്നതാണ്. കാരണം അതിനകത്ത് നിൽക്കുമ്പോൾ നമ്മുടെ അഗ്നി ചുറ്റുമുള്ള ഗ്രന്ഥികളിലേക്കാണ് പെട്ടെന്ന് വ്യാപിക്കുക. പെട്ടെന്ന് വ്യാപിക്കുമ്പോൾ അത് നമ്മളുടെ ആഹാരത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കൂടുതൽ ആഹാരം കഴിക്കുന്ന ചോദന വരും. അത് നമ്മളുടെ അഡ്രിനാലിൻ ഗ്ലാൻഡിനെ നിയന്ത്രിക്കാൻ ആരംഭിക്കും. അതിലേക്ക് എനർജി പോകുമ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രെസ് അനുഭവപ്പെടും. താഴേക്ക് പോകുമ്പോൾ നമുക്ക് ലൈംഗിക അഭിരുചി കൂടി വരും. ഇതിൻ്റെയൊക്കെ എക്സ്റ്റസിയിൽ നമ്മളിത് ചുറ്റും റൗണ്ട് അടിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രതിഫലനമായിട്ട് നമുക്ക് ഉറക്കം എന്നുള്ള ചോദനയും ഉണർന്നു വരും. അപ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന ഭാഗം ഈ പ്രൊഡക്ഷൻ യൂണിറ്റിനകത്ത് നിന്നുകൊണ്ട് ജീവിക്കുന്ന ജീവി എന്ന നിലയിൽ ഒരു വ്യക്തികളെ മറ്റുള്ള ആഹാര പദാർത്ഥങ്ങളിലേക്കും മറ്റുള്ള ലൈംഗിക ചൂഷണത്തിലേക്കും ഒക്കെ നയിക്കപ്പെടുവാനുള്ള സാധ്യത, നയിക്കുന്നതിനുള്ള പരസ്യങ്ങളായാലും ഇതൊന്നും അധികം റിസ്ക് എടുക്കാതെ തന്നെ മനുഷ്യൻ എത്തിച്ചേരുന്ന ലോകങ്ങളാണ്. വളരെ ഈസി ആയിട്ട് അത്തരം മനുഷ്യരെ അതിലേക്ക് നയിക്കപ്പെടുവാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. ഈ പ്രൊഡക്ഷൻ യൂണിറ്റിനെ നിയന്ത്രണം വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസമുള്ള കാര്യം. ആഹാരം തന്നെ എടുക്കുകയാണെങ്കിൽ ആഹാരം പ്രധാനമായിട്ടും 3 വിധം ആഹാരമാണുള്ളത്. സാത്വിക ആഹാരം, രാജസിക ആഹാരം, താമസിക ആഹാരം. സാത്വിക ആഹാരം എന്ന് പറയുന്നത് നമ്മളുടെ ബോധതലങ്ങളെ ഉണർത്തി എപ്പോഴും ഫ്രഷായിട്ടിരിക്കുവാൻ സഹായിക്കുന്ന ആഹാരമാണ്. പ്രധാനമായിട്ടും എല്ലാ ഫ്രൂട്ട്സും ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസും ഇതിൽ ഉൾപ്പെടും. അത് കഴിക്കുമ്പോൾ അത് എങ്ങനെയാണോ ഫ്രഷായിട്ട് നിൽക്കുക, ഫ്രഷ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റിവിറ്റിയാണ്. ഫ്രഷാണ്, ആൾ ഫ്രഷാണെന്ന് പറഞ്ഞാൽ പോസിറ്റീവാണെന്ന് അർത്ഥം. ആ ഫ്രഷായിട്ട് ഇരിക്കുന്ന ആ സമയം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആ ഫ്രഷ്നെസ് നമ്മളിലേക്ക് വന്നു ചേരും. ഇതേ വെജിറ്റബിൾസ് തന്നെ നമ്മൾ വേവിച്ച് ആഹരിക്കുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി, ചൂട് അധികം തട്ടുന്നത് കൊണ്ട് ആ ചൂട് എന്നുള്ള സാന്ദ്രത അതിൽ ഉൾക്കൊള്ളുകയും അത് കൂടുതൽ ആവേശത്തോടെ വിഘടിക്കുകയും അത് കൂടുതൽ ആക്റ്റീവായിട്ടുള്ള എനർജിയായിട്ട് രൂപാന്തരപ്പെടും. ഇത്തരത്തിലുള്ള വേവിച്ച വെജിറ്റബിൾസും ധാന്യങ്ങളും അരിയും ഒക്കെയാണ് വേവിച്ച പദാർത്ഥങ്ങൾ നമ്മളുടെ ആക്ടിവിറ്റി കൂട്ടുന്നത്. ഇത്തരം ഭക്ഷണമാണ് സത്യത്തിൽ രാജസിക ആഹാരം. ഇതിന് താഴെ ഇതേ ആഹാരം തന്നെ വേവിച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് 3 മണിക്കൂറും കഴിഞ്ഞ് നമ്മൾ വളരെ വൈകിയാണ് ഉണ്ണുന്നതെങ്കിൽ ഇതിൻ്റെ സാന്ദ്രത താരതമ്യേന ചൂട് കുറഞ്ഞു വരുന്നത് ഇത് കട്ടിയാവുകയും ഇതിൻ്റെ തമോ ഗുണം കൂടി വരികയും ചെയ്യും. തമോ ഗുണം കൂടി വന്നു കഴിഞ്ഞാൽ അതേ ഭക്ഷണം തന്നെ നമുക്ക് തമോ ഗുണമാണ് ഉണ്ടാക്കുന്നത്. അതേ സമയത്ത് നമ്മളൊരു ജീവിയെ ആഹരിക്കുകയാണെങ്കിൽ, ഇപ്പം മത്സ്യമായിക്കോട്ടെ, മാംസമായിക്കോട്ടെ, വിവിധതരം മാംസങ്ങളും വിവിധതരം മത്സ്യങ്ങളും നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ അത്തരം ജീവികളെ നമ്മൾ കൊല്ലുന്നതിന് മുമ്പ് തന്നെ അവരിത് തിരിച്ചറിയുകയും അവരകത്ത് തന്നെ ഇതേ അഡ്രിനാലിൻ ഗ്ലാൻഡ് ഉണർന്ന് പ്രവർത്തിക്കുകയും അവരുടെ ശരീരത്തിലുള്ള എല്ലാ ഹോർമോണുകളും എൻസൈമുകളും എല്ലാം
അതിനെതിരെ ഒരു പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു വിഷാംശമുള്ള ഒരു സ്രവം പുറപ്പെടുവിച്ച് ശരീരമാസകലം ഈ പ്രതിരോധ ചാലകത്തെ കൊണ്ട് ഒരു ആവരണം സൃഷ്ടിക്കും. നിമിഷ നേരം കൊണ്ട് ഇത് സൃഷ്ടിച്ച് ഒരു വാരിയറെ പോലെ ഇത് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഇത് പരമാവധി യത്നിക്കും. കാരണം അതിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ പോവുകയാണ്. ആ ഒരു നിമിഷത്തെ പേടികൊണ്ട് അത് ഭ്രാന്തമായ ഒരു അഭിനിവേശത്തിലേക്ക് കടക്കുകയും അതിനുശേഷം മാത്രമേ ഏതൊരു ജീവിയും നമ്മൾക്ക് കൊല്ലാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കൊന്ന് കഴിക്കുന്ന എല്ലാ ജീവികളും തത്വത്തിൽ നമുക്ക് ഉണ്ടാക്കുന്ന ഗുണം തമോ ഗുണമാണ്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അതേ സമയത്ത് നമ്മൾ വെജിറ്റബിൾ ആയിട്ടുള്ള എന്ത് സാധനം അതിൻ്റെ ചെടിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് വേദന അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്രതിരോധ ചാലകം അത് സൃഷ്ടിക്കുന്നില്ല. അത് പൂർണ്ണമായും ഗാഢ നിദ്രയിലാണ്. അത് വേദന അറിയാതെയാണ് നമ്മളത് വിനിയോഗം ചെയ്യുന്നത്. മറിച്ച് അതിൻ്റെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞാലും ബാക്കി ഭാഗത്ത് അത് മുളച്ചു വരികയും ചെയ്യും. അങ്ങനെയാണ് അതിനെ രാജസീക ഭക്ഷണമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേ സമയത്ത് ഈ ജീവികളെ കൊന്നു തിന്നുന്നത് താമസിക ഭക്ഷണമായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ താമസികമായ ഭക്ഷണം മാത്രം കഴിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങളും മനുഷ്യനും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അതും എനർജിയുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതായത് മനുഷ്യൻ്റെ കുടൽ വ്യവസ്ഥിതി, അതായത് നമ്മളുടെ തൊണ്ടഭാഗം തുടങ്ങി മലദ്വാരം വരെയുള്ള ഒറ്റ കുടൽ മനുഷ്യൻ്റെ മൊത്തം ശരീരത്തിൻ്റെ 6 ഇരട്ടി വലിപ്പമുള്ളതാണ്. അതേസമയത്ത് നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള പട്ടി, പൂച്ച, മറ്റ് വന്യമൃഗങ്ങൾ ഇവരുടെ കുടലിൻ്റെ നീളം 3 ഇരട്ടി മാത്രമേ വലിപ്പമുള്ളൂ. രണ്ടാമത് അവർ നമ്മളെ നക്കുകയാണെങ്കിൽ ആസിഡാണ്, ഫുള്ള് ആസിഡ് വരുന്നതുകൊണ്ട് നമ്മുടെ തൊലി സ്കിന്ന് വരെ പൊട്ടുകയും അത് അവിടുത്തെ തൊലി പൊളിഞ്ഞ് നമുക്കവിടെ വേദന വരെ എടുക്കും. മറിച്ച് മനുഷ്യനോ പശുവോ, സാത്വികമായിട്ടുള്ള പശുവോ ആനയോ ഒക്കെ നക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഒരു വഴുവഴുപ്പുണ്ടാകുകയും ശരീരമാസകലം സോപ്പിട്ട് പതപ്പിച്ച മാറി ഇരിക്കുകയും ചെയ്യും. കാരണം നമ്മളുടെ ശരീരത്തിനകത്തുള്ള ആസിഡ് ഒരു 20%, 80% ആൽക്കലൈനുമായിട്ടാണ് ശരീരം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനനുസൃതമായ രീതിയിലായിരിക്കും നമ്മുടെ ഭക്ഷണവും ക്രമീകരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അത് മാത്രമല്ല, ഒരു ജീവിയെ കാണുമ്പോൾ അതിൻ്റെ ആഹാര പദാർത്ഥം എന്ന നിലയിൽ ഇത്തരം ജന്തുജാലങ്ങൾക്ക് അവർക്കൊന്ന് തിന്നാനുള്ള വാസന വളരെയധികം കൂടിയിരിക്കും. അതുമാത്രമല്ല, ഒരു പൂച്ചയ്ക്ക് മീൻ കാണുമ്പോൾ അതിൻ്റെ വായിൽ വെള്ളമൂറി വരും. അതുപോലെ ഒരു മനുഷ്യന് അവൻ്റെ വായിൽ, ഇപ്പോൾ ഒരു മാർക്കറ്റിൽ ചെന്നു ഒരു പോത്തിറച്ചിയുടെ ഒരു കഷ്ണം കണ്ടു അല്ലെങ്കിൽ മീൻ കണ്ടു, വായിൽ വെള്ളമൂറി വരില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവനത് കഴിക്കണം. വരുന്നില്ല എങ്കിൽ അവനത് നിയന്ത്രിക്കുകയെങ്കിലും വേണം. കാരണം അത് അവന് പറഞ്ഞിട്ടുള്ളതല്ല. ഇതുപോലെ തന്നെ നമ്മളൊരു മീനോ പൂച്ച അത് കടിച്ചെടുത്ത് പിടിച്ചാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഒരു പട്ടി അത് കടിച്ച് വായിൽ വെച്ചിട്ടാണ് കൊണ്ടുപോയത്. വായിൽ ഫുള്ള് വെള്ളമാക്കിയിട്ട് ഇങ്ങനെ അത് ഒരാൾക്കും കൊടുക്കില്ല. അതങ്ങനെ അതിന് ഇഷ്ടപ്പെട്ട ആഹാരം കിട്ടി കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നാൽ പോലും അത് കുറച്ച്, അല്ലാതെ പൂച്ചയിലും മരട്ടി അതിനെ എല്ലാവരും ഓടിക്കും. അതിൻ്റെ തള്ളപ്പൂച്ച തന്നെ അതിൻ്റെ മക്കളവരെ ഓടിക്കും. അതിനെ ഒറ്റയ്ക്ക് തിന്നണം. അത് ഇതേ അവസ്ഥയല്ല മനുഷ്യൻ ഇറച്ചി അവൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, മീൻ അവൻ്റെ കയ്യിൽ അവൻ്റെ ദേഹത്ത് പറ്റാതെ അകത്തിയാണ് പിടിക്കുള്ളൂ. അതായത് നമ്മളൊരു കവറിലിട്ട് മേത്തൊന്നും ആക്കാതെ അകത്തി പിടിക്കുന്ന വൈകാരികമായിട്ട് നമുക്ക് അതിനോട് ഒരു അടുപ്പില്ല. പക്ഷെ നമ്മൾ മസാലയും അതൊക്കെ പുരട്ടി അതിനെ രുചികരമാക്കി നമ്മുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമ്മളത് കഴിക്കുമ്പോഴും വായിൽ അതിന് യാതൊരു പ്രവർത്തനവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നമ്മളത് മിണുങ്ങുകയാണ് ചെയ്യുന്നത്. മസാലയുടെ രുചിക്കൂട്ട് കഴിഞ്ഞാൽ നമ്മൾ മിണുങ്ങും. ആഹാരം വെറുതെ, നിങ്ങൾ ഒരു ഫിഷ് വെറുതെ വേവിച്ച് തിന്നുകയാണെങ്കിലോ ഒരു മീറ്റ് വെറുതെ വേവിച്ച് തിന്നുകയാണെങ്കിൽ നമ്മൾ അതിന് ഒരു രുചിയും തോന്നാതെ നമ്മൾ തുപ്പിക്കളയാണ് ചെയ്യുക. മറിച്ച് അതിൽ ഉപ്പ് ചേർത്ത്, മസാല ചേർത്ത്, അതിനുള്ള മറ്റുള്ള വിഭവങ്ങളൊക്കെ ചേർത്ത് അതിനെ ടേസ്റ്റാക്കി അങ്ങനെയാണ് മനുഷ്യൻ ആഹരിക്കുന്നത്. കാരണം അത് മനുഷ്യൻ്റെ
വൈകാരികതയ്ക്ക് എതിരായിട്ടുള്ള ഒരു സാധനമാണ് അവൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാരം കഴിക്കുന്ന വ്യക്തികളുടെ മൂത്രം പുളിച്ചാണ് പോകുന്നത്. മലം ഇതിൻ്റെ മാംസമാണ് അധികം കഴിക്കുന്നത്. ഈ മാംസം കഴിക്കുന്നതിൻ്റെ ജലതത്വം, അതിൻ്റെ വാസന, ശരീരം ദുർഗന്ധമുള്ളതായിരിക്കും. അതുപോലെ തന്നെ അവന് അസിഡിറ്റി കൂടും, അവന് മലബന്ധമുണ്ടാകും. ഇതൊരിക്കലും ദഹിക്കില്ല. ദഹിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കല്ല ചെയ്യേണ്ടത്. നമ്മൾ വെള്ളത്തിൽ യൂറോപ്യൻ ക്ലോസറ്റിലോ ഇന്ത്യൻ ക്ലോസറ്റിലോ നമ്മൾ മലവിസർജനം നടത്തുമ്പോൾ നമ്മളുടെ മലം വെള്ളത്തിന് മീതെ പൊന്തിക്കിടക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ധാതുക്കളെയും മിനറൽസിലെയും ശരീരം അബ്സോർബ് ചെയ്തിട്ടാണ് വിട്ടിരിക്കുന്നത്. അതായത് ശരീരം അതൊക്കെ അബ്സോർബ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ശിഷ്ടമാണ് പൊന്തിക്കിടക്കുന്നത്. മറിച്ച് അത് താന്നാണ് പോയി ഇരിക്കുന്നതെങ്കിൽ ദഹിച്ചിട്ടില്ല. അതിൻ്റെ ധാതുക്കളും മിനറൽസും അതിൻ്റെ വിറ്റാമിൻസും ഒന്നും ശരീരം എടുക്കാതെയാണ് വിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയാണ് പോകുന്നതെങ്കിൽ നിരന്തരം ഇത്തരം പ്രക്രിയയ്ക്ക് പോകുന്ന വ്യക്തി താമസിയാതെ തന്നെ രോഗാതുരനായി മാറിയില്ലെങ്കിലേ അതിശയമുള്ളൂ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള സംവാദനമാണ് നമ്മളുടെ ഓരോ ക്ലാസ്സിലും ഉണ്ടായിരിക്കുക. ഇത് താല്പര്യമുള്ള ആളുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം.